ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ആനുവൽ ഡേ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ആദ്യം ക്ലാസ്സിലോട്ടാണ് എത്തിയത്. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട് ഗൈസ്. കണ്ടോ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്, വർത്താനമൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോകുകയാണ്. അപ്പുറത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി 10th ക്ലാസ്സാണ്. ഞങ്ങൾ +1 +2 പിങ്ങിൽ നിന്നും ഞങ്ങൾ 10th ക്ലാസ്സിലോട്ട് പോകാണ് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെസ്റിൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ചായയും മണ്ണൊക്കെ തന്നു. ചായ അല്ല, സോറി, വെള്ളം, ടാങ്കില്ലേ, ഇതേ ടാങ്ക് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഹനയൊക്കെ എടുത്ത് പിടിക്കുവാണ് കാണുന്നത്. ഞാനും ഹനയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുവാണ്. ഇനി മേക്കപ്പൊക്കെ ചെയ്യണം. അങ്ങനെ എൻ്റെ പൗച്ചിലാണ് ഗൈസ് സാധനങ്ങളൊക്കെ. പൗച്ചൊക്കെ സാഹസികമായി തുറന്നു അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഈ ഫോൺ വെച്ച് മേക്കപ്പ് ചെയ്യാൻ 2 കാരണമുണ്ട്. ഒന്ന്, നമുക്ക് വീഡിയോ എടുക്കാം. ഒന്ന്, എൻ്റെ കയ്യിൽ കണ്ണാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകരക്ഷ ഫോണാണ്, അതാണ് നമ്മൾ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു, വാച്ചൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഡ്രസ്സ് ആക്ച്വലി നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് എടുത്താട്ടോ. നമ്മളെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. എന്താ ഈ മാല ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാലയാണ്. എന്ത് പറയാൻ, ഇപ്പോൾ നമ്മൾ മറ്റേ 2 സെറ്റായിട്ട് ഇടുന്ന മാലയില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പൗച്ചിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെയായി മാല. അങ്ങനെ ഹന കുറേ ട്രൈ ചെയ്തു, അവൾ തോറ്റുപോയി. എന്നാൽ സെയ്ത്തൂനെയും കൊണ്ട് വന്നു. സെയ്ത്തൂൻ സക്സസ്ഫുള്ളി ചെയ്തു ഗൈസ്. ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. ഇങ്ങനെയൊന്നും അല്ല മാല, എന്നാൽ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. നെക്സ്റ്റ് നമ്മുടെ മുടികെട്ടലാണ്. കണ്ട, എൻ്റെ തല ഒന്ന് മാറിയാൽ മതി, അപ്പോൾ ഒരുമാതിരി വന്ന് കാണിക്കും, പഠിച്ചു. എങ്ങനെയാ ഞാൻ ഓടിച്ച് വിടാണ് കാണുന്നത്. 2 കൂടി എൻ്റെ ഫോൺ കണ്ട അപ്പോൾ ഓടി വരും ഗൈസ്. മുടി കെട്ടാണ്. ഞാൻ വലിയ കാര്യത്തിന് ആദ്യം മുടിയൊക്കെ കെട്ടി, പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ഹെയർ സ്റ്റൈലിസ്റ്റായ അന്നുവിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അന്നു മുടിയൊക്കെ കെട്ടി സെറ്റാക്കി തന്നു. ഇപ്പോൾ സുന്ദരിയായി ഗൈസ്. നമ്മൾ കണ്ണെഴുതാൻ, ഞാൻ കണ്ണെഴുതാത്ത ഒരാളാണ്. പിന്നെന്തോ കണ്ണെഴുതാൻ തോന്നി, അങ്ങനെ കണ്ണൊക്കെ എഴുതി. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഐഷാഡോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് വെച്ച് ഐഷാഡോയും ബ്ലഷും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഞാൻ പിന്നെ ഒരു കുറവ് വേണ്ടെന്ന് വിചാരിച്ചു കേസ്. കണ്ണാടി നോക്കി പിന്നെയും വേറെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുവാണ്. എല്ലാവരും റെഡിയാവുന്ന തിരക്കിലാട്ടോ അല്ലേ. എല്ലാവരും കൂടി ഒരു റൂമിലാണ് കയറിയിരിക്കുന്നത്, സയൻസും കൊമേഴ്സും കൂടി. അതിൻ്റെ കലബലയൊക്കെയാണ് ആ ബാക്കിൽ കാണുന്നത്. അതിൻ്റെ ഹനക്ക് ഞാൻ മാല ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 പേരും ഒരുങ്ങി ഗൈസ്. ഇതാണ് നമ്മുടെ സ്കൂള്. ഇത് 10th വരെയുള്ള സ്കൂളാണ് കേട്ടോ. നമ്മുടെ +1 +2 വിങ് അപ്പുറത്താണ്. അവിടെ പ്രവേശനമില്ല ആർക്കും, രാത്രി ആയതുകൊണ്ട്. ഇവിടെയാണ് പരിപാടി. അപ്പോൾ ഈ കുട്ടിയുണ്ട്, ഈ കുട്ടി ഞങ്ങളുടെ ഫ്രണ്ടിലിരുന്നാണ്. പെട്ടെന്ന് കമ്പനി കേസ്. ഞാനും ഹനയും കൂടി ഒരുമിച്ചിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുകയാണ് കേസ്. അതിൽ നമ്മുടെ ഡാൻസാണത്. ഡാൻസ് കഴിഞ്ഞതാ എല്ലാവരും പോയി. ഞങ്ങളുടെ ഇരുന്നിട്ടോ ലാസ്റ്റ്. അതിനതാ നമ്മൾ വാപ്പനെയും കൊണ്ട് ഒരു സ്പ്രൈറ്റും ലേസൊക്കെ വാങ്ങി